ഈ വീഡിയോയിൽ ഗ്ലാസിൻ്റെ ഓവർവ്യൂവും അതിനെ സംബന്ധിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നോക്കാം. നമുക്കറിയാം ഗ്ലാസ് എന്ന് പറയുന്നൊരു സൂപ്പർ കൂൾഡ് ലിക്വിഡാണ്. വിച്ച് ഈസ് ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് ഗ്ലാസ്. ഗ്ലാസ്സിലെ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഏതാണ്? സിലിക്ക. സിലിക്ക എന്ന് പറയുന്നതാണ് ഗ്ലാസ്സിലെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ്. ദെൻ സോഡ ലൈം ഗ്ലാസ് ഈസ് ഓൾസോ നോൺ ആസ്. സോഡ ലൈം ഗ്ലാസ് മറ്റൊരു പേരിലും അറിയപ്പെടുന്നു. എന്താണ്? സോഫ്റ്റ് ഗ്ലാസ് എന്നും അറിയപ്പെടുന്നു. ഇനി ഹൈ ടെമ്പറേച്ചർ വിത്ത് സ്റ്റാൻഡിങ് ഗ്ലാസ്. ഹൈ ടെമ്പറേച്ചർ വിത്ത് സ്റ്റാൻഡിങ് ഗ്ലാസ് പൊട്ടാഷ് ലൈം ഗ്ലാസ് ആണ്. പൊട്ടാഷ് ലൈം ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു ഹാർഡ് ഗ്ലാസ് ആണ്. സോഡിയം ലൈം ഗ്ലാസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സോഡിയം ലൈം ഗ്ലാസ് സോഫ്റ്റ് ഗ്ലാസ്, പൊട്ടാഷ് ലൈം ഗ്ലാസ് ഹാർഡ് ഗ്ലാസ്. ദെൻ ബോറോസിലിക്കേറ്റ് ഗ്ലാസ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ് എന്ന് പറയുന്നതും ഒരു ഹാർഡ് ഗ്ലാസ്സിന് എക്സാമ്പിളാണ്. ബോറോസിലിക്കേറ്റ് ഗ്ലാസ്സിൽ 70 to 80% ഓഫ് സിലിക്കയും 7 to 13% ബോറിക് ഓക്സൈഡും ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് സോഡ ഇൻ ഗ്ലാസ്. ഗ്ലാസ്സിൽ സോഡ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ആക്ട് ആസ് ആക്സിലറേറ്റർ. അത് ആക്സിലറേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് ദ യൂസ് ഓഫ് പൊട്ടാഷ് ഇൻ ഗ്ലാസ്. പൊട്ടാഷ് ഈസ് ആക്ട് ആസ് ഗ്ലാസ് ഫയർ റെസിസ്റ്റൻറ്റ്. പൊട്ടാഷ് ഗ്ലാസ് ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? വിനൈൽ പ്ലാസ്റ്റിക് ലെയർ. വിനൈൽ പ്ലാസ്റ്റിക് ലെയറാണ് ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത്.